ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ, ജൂൾസ് ലോ എന്ന് പറയുന്ന കുറച്ച് നിയമങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓംസ് ലോയിൽ നമുക്കൊരു പുതിയ ടേം, അതായത് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്നുള്ള ഒരു ടേം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രതിരോധം നമ്മളൊരു സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് റെസിസ്റ്റർ അഥവാ പ്രതിരോധകം എന്ന് പറയുന്നത്. പ്രതിരോധകത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ കൊണ്ടാണ്. ഇങ്ങനെ പ്രതിരോധകത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, പ്രതീകം എന്ന് പറയും. ഈ ഒരു പ്രതിരോധകത്തെ നമ്മൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റുക. പ്രതിരോധകത്തെ നമുക്ക് സർക്യൂട്ടിലേക്ക് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റും. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സീരീസ്, ഒന്നാമത് സീരീസ് ആയിട്ടും രണ്ടാമത്തത് പാരലൽ ആയിട്ടും, ശ്രേണി രീതിയിലും കൊടുക്കാൻ പറ്റും, സമാന്തര രീതിയിലും കൊടുക്കാൻ പറ്റും. അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ R1 R2 ഇത് രണ്ടും റെസിസ്റ്ററുകളാണ്, പ്രതിരോധകങ്ങളാണ്. ഇവരെ കണക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ടാണ് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ സമാന്തര രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു പ്രതിരോധകത്തെ നമ്മൾ ക്രമീകരിച്ചത്. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലാണ് നമുക്ക് ഒരു സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ രണ്ട് രീതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സർക്യൂട്ടിലെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കറണ്ട് ഉണ്ടാകും. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പോകും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് പോകും. ഇതേപോലെ തന്നെ ഇവിടെ ഞാനൊരു സെല്ല് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററി കൊടുക്കുന്ന സമയത്ത് കറണ്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. ഈ ഒരു കറണ്ട് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്ററിലേക്കൂടെയും ഈ ഒരു റെസിസ്റ്ററിലേക്കൂടെയും ഒരേ കറണ്ടാണ് പോകുന്നത്. സെയിം കറണ്ട് ആയിരിക്കും ഈ ഒരു സർക്യൂട്ടിലൂടെ പോകുന്നുണ്ടാവുക. പക്ഷേ രണ്ടാമത്തെ സർക്യൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് കറണ്ട് സ്പ്ലിറ്റായി, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒരേ റെസിസ്റ്റർ ആണെങ്കിൽ പകുതിയുമായിട്ട് ഈ ഒരു കറണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു വ്യത്യാസം അത് നമുക്ക് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, ശ്രേണി രീതിയിലാണെങ്കിൽ കറണ്ട് രണ്ട് റെസിസ്റ്ററുകൾക്കും തുല്യമാണ്. രണ്ടാമത്തത് സമാന്തര രീതിയിലാണെങ്കിൽ, പാരലൽ കണക്ഷനിലാണെങ്കിൽ രണ്ട് റെസിസ്റ്ററിനും വേറെ വേറെ കറണ്ടുകളാണ് പോകുന്നത്. ശരി, രണ്ടാൾക്കും വേറെ വേറെ കറണ്ടുകളായിട്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇവിടെ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഈ കറണ്ടും സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ഉണ്ടാവുന്ന കറണ്ട് I1 I2 രണ്ട് സെപ്പറേറ്റ് കറണ്ടുകളായിരിക്കും ഉണ്ടാവുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കറണ്ട് തന്നെ ആയിരിക്കും ഇവിടെയും എല്ലാ കറണ്ടും സെയിം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം നമുക്ക് അത് പറയാൻ പറ്റും. ഒന്നാമത്തെ വ്യത്യാസം, ഈ ഒരു സീരീസിലാണെങ്കിൽ അല്ലെങ്കിൽ ശ്രേണി രീതിയിലാണെങ്കിൽ കറണ്ട് R1-നും R2-നും തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. രണ്ടാമത്തെ സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിലാണെങ്കിൽ കറണ്ട് R1-നും R2-നും വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഒന്നാമത്തെ വ്യത്യാസം പറഞ്ഞു, കറണ്ടിൻ്റെ കാര്യം. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പം ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അറിയാനും വേണ്ടിയിട്ട് നമുക്കൊരു ഉപകരണം അറിയാം, വോൾട്ട് മീറ്റർ. അപ്പം ഈ ഒരു വോൾട്ട് മീറ്റർ ഞാൻ ഈ ഒരു റെസിസ്റ്ററിൻ്റെ രണ്ടറ്റത്തും കണക്ട് ചെയ്യാണ്. വോൾട്ട് മീറ്ററിൻ്റെ രണ്ടറ്റങ്ങളിങ്ങനെ കണക്ട് ചെയ്തു, ഇവിടെയും ഞാൻ കണക്ട് ചെയ്തു. അങ്ങനെ നോക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ വ്യത്യാസം ഈ R1-ന് അക്രോസ് ആയിട്ടുള്ളതും R2-ന് അക്രോസ് ആയിട്ടുള്ളതും വോൾട്ടേജ് കിട്ടും. അത് രണ്ടും വേറെ വേറെ ആയിരിക്കും. ഇത് V1 ആയിരിക്കും, ഇത് V2 ആയിരിക്കും. ഇതിന് ടോട്ടൽ പൊട്ടൻഷ്യൽ വ്യത്യാസം V ആണെങ്കിൽ, ഈ ഒരു ബാറ്ററി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V ആണെങ്കിൽ V എന്തായിട്ടുണ്ടാകും, V1-ഉം V2 ആയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. അതിനർത്ഥം ഈ ഒരു റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് പൊട്ടൻഷ്യൽ വ്യത്യാസം V1 ആയിരിക്കും, രണ്ടാമത്തേതിന് V2 ആയിരിക്കും. രണ്ട് റെസിസ്റ്ററുകൾക്കും വ്യത്യസ്ത പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ഈ ശ്രേണി രീതിയിൽ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് റെസിസ്റ്ററിൻ്റെയും അറ്റങ്ങൾ രണ്ടും കൂട്ടിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം നോക്കുകയാണെങ്കിൽ, വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം R1-ന് അക്രോസും R2-ന് അക്രോസും സെയിം ആയിരിക്കും.
അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഒന്നാമത്തെ വ്യത്യാസം കറണ്ട് സെയിം ആകുന്നത് ശ്രേണി രീതിയിലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം സെയിം ആകുന്നത് സമാന്തര രീതിയിലാണ്. കറണ്ട് ഡിഫറൻ്റ് ആകുന്നത് സമാന്തര രീതിയിലാണ്. വോൾട്ടേജ് ഡിഫറൻറ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമാകുന്നത് ശ്രേണി രീതിയിലാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ വ്യത്യാസമാണ് പറയാൻ പോകുന്നത്. മൂന്നാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ശ്രേണി രീതിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് റെസിസ്റ്ററുകൾക്കും ഒരേ കറണ്ടാണ് പോകുന്നത്, സെപ്പറേറ്റ് സർക്യൂട്ടുകളില്ല. രണ്ടാമത്തത് സമാന്തര രീതിയിൽ രണ്ടും സെപ്പറേറ്റ് കറണ്ടുകളാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, സമാന്തര രീതിയിൽ ഞാനൊരു സ്വിച്ചുകൾ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു സ്വിച്ചും ഇവിടെ ഒരു സ്വിച്ചും കൊടുക്കുകയാണെങ്കിൽ, ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ R1 വർക്ക് ചെയ്യും, ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ R2 വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ രണ്ടാൾക്കും കൂടിയും നമുക്ക് ഒറ്റ സ്വിച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനെയും സെപ്പറേറ്റ് കറണ്ട് സ്വിച്ചുകൾ കൊടുക്കുകയാണെങ്കിൽ R1നും R2നും സെപ്പറേറ്റ് സ്വിച്ചുകൾ കൊടുത്താൽ വർക്ക് ചെയ്യൂല. കാരണം ഇത് ഓണാക്കി കഴിഞ്ഞാൽ സർക്യൂട്ട് ഇപ്പോഴും ഓപ്പൺ ആണ്. ഇതും കൂടി ഓണാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറണ്ട് പോവുള്ളൂ. അതായത് ഈ ഒരു റെസിസ്റ്ററിന് മാത്രമായിട്ട് നമുക്ക് കറണ്ട് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഓണാക്കി കഴിഞ്ഞാൽ കറണ്ട് ഈ സർക്യൂട്ട് മാത്രം വർക്ക് ചെയ്യും. R1ന് മാത്രമേ ഇപ്പോൾ കറണ്ട് കിട്ടുന്നുള്ളൂ, ഇത് ഓപ്പൺ ആയതുകൊണ്ട്. അതായത് നമുക്ക് സമാന്തര രീതിയിൽ ഓരോ റെസിസ്റ്ററിനെയും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രേണി രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോ റെസിസ്റ്ററിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒറ്റ സ്വിച്ചേ വെക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ രണ്ടിൽ കൂടെയും കറണ്ട് പോകും, ഓരോന്നിലേക്ക് കൂടിയും പോകാൻ ശ്രേണി രീതിയിൽ നമുക്ക് കഴിയൂല. അപ്പോൾ ഇതാണ് മൂന്നാമത്തേത്. സ്വിച്ച് കൊടുക്കുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സമാന്തര രീതിയിൽ. പക്ഷേ സ്വിച്ച് കൊടുത്ത് രണ്ട് റെസിസ്റ്ററിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്, ശ്രേണി രീതിയിൽ ഉണ്ടാകുക. ഇനി നാലാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ശ്രേണി രീതിയിൽ നമുക്ക് സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും, സഫല പ്രതിരോധം കുറവായിരിക്കും. എന്താണ് അങ്ങനെ പറഞ്ഞാലെന്ന് വെച്ചാൽ, ഇപ്പോൾ R1ന് നമുക്ക് ഒരു 2 ഓം, 2 ഓമാണ് റെസിസ്റ്ററിൻ്റെ യൂണിറ്റ്. അപ്പോൾ 2 ഓം നമ്മൾ കൊടുക്കുകയാണ്. R2ന് 4 ഓമും കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സഫല പ്രതിരോധം എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിറൈവ് ചെയ്യുന്നതാണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ശ്രേണി രീതിയിലാണെങ്കിൽ R = R1 + R2 ഇതായിരിക്കും ഇക്വേഷൻ. സഫല പ്രതിരോധമാണ് ഈ R, ഈ എഫക്റ്റീവ് എന്ന് പറയും. ഈ R effective = R1 + R2, അതായത് R effective എന്ന് പറയുന്നത് R1 എന്ന് പറയുന്നത് 2 ഓം പ്ലസ് R2 എന്ന് പറയുന്നത് 4 ഓം. ഇവിടെ കിട്ടുന്നത് 6 ഓം ആണ് നമുക്ക് കിട്ടിയ ഉത്തരം. 6 ഓം ആണ് ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ടിലെ സഫല പ്രതിരോധമായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ R1 2 ഓം ആണെങ്കിൽ R2 4 ഓം ആണെങ്കിൽ സഫല പ്രതിരോധത്തിൻ്റെ ഇക്വേഷൻ 1/R = 1/R1 + 1/R2. 1/R എഫക്റ്റീവ് എന്ന് പറയുന്നത് 1/R1 + 1/R2. ഈ ഇക്വേഷനാണ് നമ്മൾ ഇവിടെയുള്ള, അതായത് സമാന്തര രീതിയിലുള്ള സഫല പ്രതിരോധം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ R effective ആണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/R1 1/2 പ്ലസ് 1/R2. R2 ഇവിടെ ഉള്ളത് 4 ഓം, 1/4. 1/R effective എന്ന് പറയുന്നത് 1/2 + 1/4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ സഫല പ്രതിരോധം 6 ഓം ആണിത്, മറക്കരുത്. 6 ഓം ആണ് നമുക്ക് ഇവിടെ കിട്ടിയ സഫല പ്രതിരോധം. രണ്ടാമത്തേതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. R effective 1/R effective എന്ന് പറയുന്നത് 1/R effective ആണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 × 4 that is 4, then plus 2 × 1 2 divided by 2 × 4 8. അതായത് 1/R effective എന്ന് പറയുന്നത് 4 + 2 6/8. ഇതാണ് 1/R effective. അപ്പോൾ R effective എന്തായിരിക്കും,
അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ റെസിപ്രോക്കൽ എടുക്കണം. ഇതിനെ തല എടുക്കുകയാണെങ്കിൽ R effective by 1 will be equal to, ഇതിനെയും തലകുത്തനിടണം, 8/6. R effective by 1 എന്ന് പറയുന്നത് R effective തന്നെയാണ്. R effective equal to 8/6. Okay, 8/6 will be equal to around 1.33. ഇതായിരിക്കും സഫല പ്രതിരോധം. ഈ സഫല പ്രതിരോധം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പാരലൽ കോമ്പിനേഷൻ്റെയാണ്. പാരലൽ കണക്ഷൻ്റെ സഫല പ്രതിരോധം 1.33 ആണ് കിട്ടിയത്. ശ്രേണി രീതിയിലുള്ളത് 6 ഓം ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് R എഫക്റ്റീവ് കൂടുതലായിരിക്കും ശ്രേണി രീതിയിൽ, R എഫക്റ്റീവ് കുറവായിരിക്കും സമാന്തര രീതിയിൽ. ഈ ഒരു 4 ഡിഫറൻസ് ആണ് സമാന്തര രീതിയും ശ്രേണി രീതിയും തമ്മിലുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വ്യത്യാസം കറണ്ട് ശ്രേണി രീതിയിൽ തുല്യമായിരിക്കും, സമാന്തര രീതിയിൽ വ്യത്യസ്തമായിരിക്കും. രണ്ടാമത്തത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇവിടെ വ്യത്യസ്തമായിരിക്കും, ഇവിടെ തുല്യമായിരിക്കും. മൂന്നാമത്തത് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സമാന്തര രീതിയാണ്. ഇതിനെ നമുക്ക് സ്വിച്ച് വെച്ചിട്ട് 2 റെസിസ്റ്ററിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നാലാമത്തത് R എഫക്റ്റീവ്, അതായത് സഫല പ്രതിരോധം കൂടുതൽ ഉണ്ടാകുന്നത് ശ്രേണി രീതിയിൽ വെച്ചാലാണ്. സമാന്തര രീതിയിൽ വെച്ചാൽ സഫല പ്രതിരോധം കുറവായിരിക്കും. പിന്നെ ഈ ഒരു സമാന്തര രീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 റെസിസ്റ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു വയറിങ്ങും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സമാന്തര രീതിയിലായിരിക്കും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീടിൻ്റെ ഉള്ളിൽ പല ബൾബ് ഉണ്ടാകും, ഫാൻ ഉണ്ടാകും, പല കാര്യങ്ങളും ഉണ്ടാകും. ഇതിനെ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. അങ്ങനെ വീട്ടിലുണ്ടാകാറില്ല. ഓരോ സെപ്പറേറ്റ് ഇൻസ്ട്രുമെൻറ്റിനും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഡിവൈസസിനും വേറെ വേറെ സ്വിച്ചസ് ഉണ്ടാകും. അപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു കണക്ഷനായിരിക്കും, പാരലൽ കണക്ഷനായിരിക്കും ഉണ്ടാവുക. ഫാനിനൊരു സ്വിച്ച് ഉണ്ടാകും, ബൾബിന് വേറെ സ്വിച്ച് ഉണ്ടാകും. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ വീട്ടിൽ കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഞാനിവിടെ പറഞ്ഞ സഫല പ്രതിരോധത്തിൻ്റെ ഇക്വേഷൻ ശ്രേണി രീതിയിൽ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കണ്ടത് 6 ഓം ആണ്. ഇത് കിട്ടിയത് R എഫക്റ്റീവ് ഈക്വൽ ടു R1 പ്ലസ് R2. ഈ ഒരു ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടി? രണ്ടാമത്തെ ഇക്വേഷൻ പാരലൽ സമാന്തര രീതിയിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 1/R എഫക്റ്റീവ് എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു 2 ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമാന്തര രീതിയിലേക്ക് നോക്കാം. സമാന്തര രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഈ ഒരു കറണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്, ഈ ഒരു പോയിന്റ് ജംഗ്ഷനിൽ വെച്ചിട്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. I എന്ന് പറയുന്ന കറണ്ട് I1 ആയിട്ടും I2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം I എന്ന് പറയുന്നത് I1 പ്ലസ് I2 ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. I എന്ന് പറയുന്നതിന് I1 പ്ലസ് I2, I1ഉം I2ഉം കൂടി ചേർന്നാലാണ് മൊത്തം I ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു I നമുക്ക് വേറൊരു രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. കാരണം ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു IR, ഈ ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു V/R. ഇത് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. I ഈക്വൽ ടു V/R ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ Iന് പകരം നമുക്ക് ഇവിടെ V/R എന്ന് എഴുതാൻ പറ്റും. ഈക്വൽ ടു I1ന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും ഈ ഒരു റെസിസ്റ്റർ കൂടി ഉണ്ടാകുന്ന വോൾട്ടേജും ഈ ഒരു റെസിസ്റ്ററിലേക്ക് കൂടി താഴെ ഉണ്ടാകുന്ന റെസിസ്റ്ററിലേക്ക് കൂടിയുള്ള വോൾട്ടേജും തുല്യമാണെന്നുള്ളത് നമുക്കറിയാം. ഈ 2 റെസിസ്റ്റർ കൂടിയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ V സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ V/R, ഈ I ആണ് നമ്മൾ V/R എന്ന് എഴുതിയത്. ഇനി ഈ I1നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, V/R1 എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ട് V1/R1 എന്ന് എഴുതാത്തത്? കാരണം V1 എന്നുള്ളത് ഉണ്ടാകൂല. കാരണം V1ഉം V2 ഒക്കെ സെയിം ആണ്, തുല്യമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് V/R1 എന്ന് എഴുതാൻ പറ്റും. പ്ലസ് I2ന് പകരം നമുക്ക് അതേപോലെ തന്നെ V/R2, V2 എന്ന് എഴുതൂല. കാരണം ഇവിടെ ഈ 2 റെസിസ്റ്റർ കൂടിയുള്ള 2 റെസിസ്റ്ററിന് അറ്റത്തുള്ള വോൾട്ടേജ് V ആണ്, അത് മാറൂല എന്ന് പറഞ്ഞതാണ്.
അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാം. വി ബൈ ആർ ഈക്വൽ ടു വി ബൈ ആർ വൺ പ്ലസ് വി ബൈ ആർ ടു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിയെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ വി ബൈ ആർ വിൽ ബി ഈക്വൽ ടു, വിയെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1 ബൈ ആർ വൺ പ്ലസ് 1 ബൈ ആർ ടു. ഈ രണ്ട് വിയും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ വിയും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഉണ്ടാവുക? 1 ബൈ ആർ വിൽ ബി ഈക്വൽ ടു 1 ബൈ ആർ വൺ പ്ലസ് 1 ബൈ ആർ ടു. ഈ 1 ബൈ ആർ ഇതിനെയാണ് നമ്മൾ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സമാന്തര രീതിയിലുള്ള പ്രതിരോധങ്ങളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാണുന്നത്. 1 ബൈ ആർ എഫ് ഈക്വൽ ടു 1 ബൈ ആർ വൺ പ്ലസ് 1 ബൈ ആർ ടു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ കണ്ടെത്തിയത്. ഇനി നമുക്ക് നോക്കേണ്ടത് ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ കണക്ട് ചെയ്താൽ ഉണ്ടാകുന്ന സഫല പ്രതിരോധത്തിന്റെ ഇക്വേഷൻ. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ആർ ഈക്വൽ ടു ആർ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു. ഓക്കെ ആണല്ലോ. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ V1ഉം V2ഉം കൂട്ടിയാൽ കിട്ടുന്നതാണ്. അത് ആദ്യം നമുക്ക് എഴുതാൻ പറ്റും. വി വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് V2. പിന്നെ നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് വി വിൽ ബി ഈക്വൽ ടു IR. അറിയാമല്ലോ. ഈ ഒരു IR ആണ് വിക്ക് തുല്യമായിട്ടുള്ളത്. ഈ വിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? I ഇൻറ്റു R എന്ന് പറയാൻ പറ്റും, എന്നെഴുതാൻ പറ്റും. ദെൻ V1ന് പകരം നമുക്ക് I ഇൻറ്റു R1 എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് I1 എന്ന് എഴുതാത്തത്? കാരണം ഈ ഒരു റെസിസ്റ്റർ കൂടി പോകുന്ന കറണ്ടും ഈ ഒരു റെസിസ്റ്റർ കൂടി പോകുന്ന കറണ്ടും തുല്യമാണ്. എല്ലാം I ആണ്. ഓക്കെ, അതുകൊണ്ട് I1 I2 ഒന്ന് സെപ്പറേറ്റ് എഴുതണ്ട, I എന്ന് എഴുതിയാൽ മതി. I ഇൻറ്റു R1 പ്ലസ് V2ക്ക് പകരം I ഇൻറ്റു R2 എന്ന് എഴുതാൻ പറ്റും. ദെൻ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഐനാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ I ഇൻറ്റു R വിൽ ബി ഈക്വൽ ടു, ഐനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ R1 പ്ലസ് R2. ദെൻ നമുക്ക് ഈ ഐയെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഉണ്ടാക്കുന്നത് R ഈക്വൽ ടു R1 പ്ലസ് R2. ഈ R ആണ് R എഫക്റ്റീവ്, സഫല പ്രതിരോധം. ശ്രേണി രീതിയിലുള്ള ഇക്വേഷൻ ആണ് ഇപ്പോൾ കിട്ടിയത്. ശ്രേണി രീതിയിലല്ല, സമാന്തര രീതിയിലുള്ളതാണ് നമുക്ക് മുകളിൽ കിട്ടിയത്. ഇങ്ങനെ രണ്ട് ഇക്വേഷന് നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ഈ ഒരു റെസിസ്റ്ററിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രതിരോധങ്ങളുടെ ഭാഗത്ത് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രണ്ട് റെസിസ്റ്ററുകൾ ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തത്. ശ്രേണി രീതിയിൽ രണ്ട് റെസിസ്റ്ററുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. അപ്പോൾ ഈ ഒരു ശ്രേണി രീതിയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. R ഈക്വൽ ടു R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2. ഇവിടെ R1 എന്ന് പറയുന്നത് 12 ആണ്, R2 എന്ന് പറയുന്നത് 4 ഓം ആക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ R എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 12 പ്ലസ് 4, that is 16 ഓം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടു. രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ റെസിസ്റ്റൻസ് തന്നെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്, സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ സമാന്തരമായി കിടക്കുന്ന രണ്ട് റെസിസ്റ്ററുകളുടെ സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 1 ബൈ ആർ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. 1 ബൈ ആർ എഫക്റ്റീവ് ഇത് കാണാനുള്ളതാണ്. 1 ബൈ R1 എന്ന് പറയുന്നത് 12, 1 ബൈ 12 പ്ലസ് 1 ബൈ R2 1 ബൈ 4. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ബൈ ആർ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 1 into 4 പ്ലസ് 1 into 12 ഡിവൈഡഡ് ബൈ 12 into 4 48. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും 4 പ്ലസ് 12 16 ബൈ 48. ഓക്കെ, ഇത് 1 ബൈ ആർ എഫക്റ്റീവ് ആണ്. 1 ബൈ ആർ എഫക്റ്റീവ് 16 ബൈ 48 ആണെങ്കിൽ ആർ എഫക്റ്റീവ് ബൈ 1 വിൽ ബി ഈക്വൽ ടു 48 ബൈ 16. 48ൽ എത്ര 16 ഉണ്ട്? 3 16 ഉണ്ട്. ആർ എഫക്റ്റീവ് ബൈ 1 എന്ന് പറയുന്നത് ആർ എഫക്റ്റീവ് തന്നെയാണ്. ദെൻ ആർ എഫക്റ്റീവ് 48 ബൈ 16 എന്ന് പറയുന്നത് 3 ഓം. ഓക്കെ, അപ്പോൾ
ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സമാന്തര രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ, പാരലലായിട്ട് കണക്ട് ചെയ്തപ്പോൾ 3 ഓമും ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തപ്പം 16 ഓമോ 16 ഓമോ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതേ ഭാഗത്ത് തന്നെ വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഇവിടെയുള്ള ഒരു സെല്ലുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ആണ് ഈ ഒരു ബാറ്ററിയുടെ പവർ. ദെൻ പൊട്ടൻഷ്യൽ വ്യത്യാസം 12 ഓം ആണ് ഇവിടെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട്, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം, ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്കറിയാം, ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം, ഇവിടെയുള്ള ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് എത്രയെന്ന് കാണണം. ഇപ്പോൾ കറണ്ടിനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, V = IR, ഓംസ് ലോ. Then I will be equal to V/R. ഈ ആറിന് താഴത്തേക്ക് കൊണ്ടുപോയാൽ മതി. I = V/R, ഓംസ് ലോ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ I = V/R എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ I ആണ് കാണേണ്ടത്. ഈ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് കേസിലും നമ്മൾ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ശ്രേണി രീതിയിൽ എടുക്കുകയാണെങ്കിൽ I will be equal to V, പൊട്ടൻഷ്യൽ വ്യത്യാസം 12, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 16. ഓക്കെ, that will be equal to 6/8 അല്ലെങ്കിൽ 3/4 ഓം, സോറി 3/4 ആംബിയർ. കറണ്ടാണ് കാണുന്നത്, അതുകൊണ്ട് 3/4 ആംബിയർ ആണ് യൂണിറ്റ്. ഇതാണ് നമ്മളുടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്യുന്ന, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമുക്ക് ഈ ഒരു കറണ്ട് കാണാൻ പറ്റും, അതായത് സമാന്തരമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള കറണ്ട്. സെയിം ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. V/R = V/R ആണ് ഇക്വേഷൻ. ദെൻ പൊട്ടൻഷ്യൽ വ്യത്യാസം 12 ആണ്, റെസിസ്റ്റൻസ് 16 അല്ല, ഇവിടെ കിട്ടിയത് 3 ഓം ആണ്. ഈ ഒരു സമാന്തരമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന R എഫക്റ്റീവ് എന്ന് പറയുന്നത് 3 ഓം ആണ്. ദെൻ 3 എന്ന് കൊടുക്കുന്നു. 12/3 ദാറ്റ് ഈസ് 4 ആംബിയർ. ഇവിടെ 3/4 ആംബിയർ ആണ്, ഇവിടെ 4 ആംബിയർ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കറണ്ടുകൾ കാണുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആദ്യം കാണുന്നു, എന്നിട്ട് ആ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ നമ്മൾ വിയെ ഡിവൈഡ് ചെയ്യുന്നത് R എഫക്റ്റീവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കറണ്ട് കിട്ടും. ഈ ഇക്വേഷനാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. രണ്ട് കേസിലും നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം ഇക്വേഷനാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂസസ് ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ്, അല്ലെങ്കിൽ താപഫലത്തിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം, വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് പല ഫലങ്ങൾ ഉണ്ടാക്കുക. അതിലൊരു ഫലമാണ് താപഫലം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വൈദ്യുതി കൊടുത്തിട്ട് നമുക്ക് ചൂടുണ്ടാക്കുക അല്ലെങ്കിൽ താപം ഉണ്ടാക്കുക, അതാണ് ഈ താപഫലത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു വൈദ്യുതി കൊടുത്ത് താപം ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നമുക്കറിയാം, ഹീറ്ററിൽ നമുക്ക് തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലേതെങ്കിലും റൂമിലൊക്കെ കൊണ്ടുവെക്കും, ഹീറ്ററുകളൊക്കെ വെക്കും, റൂം ചൂടാനും വേണ്ടിയിട്ടുള്ളത്. അപ്പം ഹീറ്ററുകളിൽ ഇതാണ്, ഈ താപഫലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ദെൻ രണ്ടാമത്തത് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് നമ്മളെ വീട്ടിലെ ഏകദേശം എല്ലാ ഉപകരണങ്ങൾക്കും, നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ ഉപകരണങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് ഈ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിങ്ങിൽ നിന്നൊക്കെ നമ്മളുടെ ഒരു ഉപകരണങ്ങളെ രക്ഷിക്കും. എന്താണ് ഷോർട്ട് സർക്യൂട്ട്, എന്താണ് ഓവർലോഡിങ് എന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപകരണങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ കേടുവന്ന് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അത് ഉണ്ടാക്കിയത് ലോഹസങ്കരം അല്ലെങ്കിൽ അലോയ് എന്നാണ് പറയുക. അതായത് ടിന്നും ലെഡും, ഈ രണ്ട് മെറ്റലുകൾ കൂട്ടിച്ചേർത്ത ഒരു വസ്തുവാണ് ഈ ഒരു സേഫ്റ്റി ഫ്യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് എന്നാണ് പറയുക. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ് നമ്മൾ ഈ ഒരു സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്? ഈ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിങ്ങിൽ നിന്നും ഒരു ഉപകരണത്തെ രക്ഷിക്കുന്ന ആളാണ് സേഫ്റ്റി ഫ്യൂസ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾക്ക് നല്ല വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു ഉപകരണമുണ്ട്, വൈദ്യുത ഉപകരണമുണ്ട്, നമുക്ക് നല്ല വിലപിടിപ്പുള്ള ഉപകരണമാണ്. അപ്പോൾ ഈ ഒരു വസ്തുവിലേക്ക് ഹൈ കറണ്ട് വരുന്ന സമയത്ത്, എന്തെങ്കിലും കാരണവശാൽ ഹൈ കറണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ കറണ്ട് ഇതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, അടിച്ചു പോകും.
അപ്പോൾ ഈ ഒരു ഹൈ കറണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഉപകരണത്തിലേക്ക് കടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സേഫ്റ്റി ഫ്യൂസ് കൊടുക്കുന്നു. സേഫ്റ്റി ഫ്യൂസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അധികമായിട്ട് വരുന്ന കറണ്ടുകളൊക്കെ എന്ത് ചെയ്യും, അത് തടയും. എങ്ങനെ തടയും എന്ന് ചോദിച്ചാൽ, കൂടുതൽ കറണ്ട് വരുന്ന സമയത്ത് നമുക്കറിയാം കൂടുതൽ ചൂട് ചൂടുണ്ടാക്കും അതിന്, ശരിയല്ല? ഇതിൽ കൂടി കൂടുതൽ കറണ്ട് പോകുന്ന സമയത്ത് ഈ സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യും, ചൂടാകും, പെട്ടെന്ന് ചൂടാവും. അങ്ങനെ പെട്ടെന്ന് ചൂടാകുന്ന സമയത്ത് ഇത് ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു സേഫ്റ്റി ഫ്യൂസ് ഉരുകിപ്പോകും. ഉദാഹരണത്തിന് ഈ ഒരു ഉപകരണത്തിൽ കടക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് 5 ആംപിയർ ആണെങ്കിൽ 5 ആംപിയറിൽ കൂടുതൽ കടന്നാൽ എന്ത് ചെയ്യും, ഈ ഉപകരണം അടിച്ചു പോകും. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യും, ഒരു 4 ആംപിയറോ 4.5 ആംപിയറൊക്കെ എന്ത് ചെയ്യുന്നു, സേഫ്റ്റി ഫ്യൂസ് വാങ്ങുന്നു, ഇവിടെ വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, 4.5 വരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 4.5 കൂടിക്കഴിഞ്ഞാൽ ഒരു 5 ആംപിയർ കറണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഉരുകി എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് ബ്രേക്ക് ആവും. ഇത് ഉരുക്കി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ബ്രേക്ക് ആവും. ഉരുകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 5 ആംപിയർ കറണ്ടാണ് വരുന്നത്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ചൂട് കൂടും. അപ്പോൾ ഈ ഒരു സുരക്ഷാ ഫ്യൂസ് ക്രമീകരിച്ചത് ചൂട് ഒരു പ്രത്യേക തോതിനേക്കാൾ കൂടിയാൽ എന്ത് ചെയ്യും, അതായത് 5 ആംപിയർ അല്ലെങ്കിൽ 4.5 ആംപിയർ കൊണ്ടുണ്ടാകുന്ന താപത്തിനേക്കാളും കൂടുതലായാൽ ഈ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവും, ഈ ഒരു ഫ്യൂസ് ഉരുകിപ്പോവും. അതിനേക്കാൾ കുറവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് സർക്യൂട്ടിൽ ഒരു ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. അധികം കറണ്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് ഉരുകി ആ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആക്കുന്നു. അപ്പോൾ അധികം കറണ്ട് വരാനുള്ള കാരണമാണ് എന്ത്, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എവിടെയെങ്കിലും വീടിൻ്റെ എവിടെയെങ്കിലും ഫേസും ന്യൂട്രലുകളും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, 2 വയറുകൾ തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നതാണ്. 2 വയറുകൾ തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരുപാട് കറണ്ട് അതിലെ കൂടെ പാസ് ചെയ്യും. ഒരുപാട് കറണ്ട് എന്ത് ചെയ്യും, പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സേഫ്റ്റി ഫ്യൂസ് ഉണ്ടെങ്കിൽ ആ സേഫ്റ്റി ഫ്യൂസ് എന്ത് ചെയ്യും, ഉരുകിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യൂല, ബാക്കിയുള്ള ഉപകരണങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നശിച്ചു പോകില്ല. ദെൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരുപാട് ഉപകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുക, അതായത് ഹെവി കറണ്ട് വലിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു സർക്യൂട്ടിൽ കൂടി ഓവർ കറണ്ടാണ് വരുന്നത്. നേരത്തെ പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിന് അതേപോലെ തന്നെ ഓവറായിട്ട് കറണ്ട് ആ ഒരു സർക്യൂട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്തും എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു സേഫ്റ്റി ഫ്യൂസ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കറണ്ട് അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും അല്ലാതെ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത് ഓവറായിട്ടുള്ള കറണ്ട് എന്ത് ചെയ്യും, സർക്യൂട്ടിലേക്ക് കയറും. ആ സമയത്തും നമ്മളുടെ സേഫ്റ്റി ഫ്യൂസാണ് എന്ത് ചെയ്യുന്നത്, ഉപകരണങ്ങളെ രക്ഷിക്കുന്നത്. സേഫ്റ്റി ഫ്യൂസ് മാത്രം എന്ത് ചെയ്താൽ മതി, ബ്രേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് വേറെ സേഫ്റ്റി ഫ്യൂസ് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ സേഫ്റ്റി ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രത്യേകതകൾ ചോദിക്കുകയാണെങ്കിൽ, ഇത് പെട്ടെന്ന് ഉരുകിപ്പോകുന്നതാണ്. അതുകൊണ്ട് ദ്രവണാങ്കം വളരെ കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. ദ്രവണാങ്കം വളരെ കുറവായിരിക്കും. ഇത് പിന്നെ ഉണ്ടാക്കിയത് ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമായിട്ടാണ് നമ്മൾ ഇതിനുണ്ടാക്കിയത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് റെസിസ്റ്ററുകളെ നമുക്ക് 2 രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും ഒരു സർക്യൂട്ടിൽ. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ അത് തമ്മിലുള്ള വ്യത്യാസം 4 വ്യത്യാസങ്ങൾ പറഞ്ഞ്, ശ്രേണി രീതിയും സമാന്തര രീതിയും തമ്മിലുള്ള. ദെൻ അതിനുശേഷം നമ്മൾ അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം. ഈ സഫല പ്രതിരോധത്തിൻ്റെ 2 ഇക്വേഷൻസ് പറഞ്ഞ്, R = R1 + R2 ശ്രേണി രീതിയിൽ, 1/R = 1/R1 + 1/R2 സമാന്തര രീതിയിൽ. ഇങ്ങനെ 2 ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞ് ദെൻ നമ്മളൊരു ചോദ്യം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് താപഫലത്തിൻ്റെ ഉപയോഗങ്ങളാണ്. പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, രണ്ടാമത് സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ വർക്കിങ്ങും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.